നമ്മൾ ഇലക്ട്രോകെമിസ്ട്രിയാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഇലക്ട്രോകെമിസ്ട്രിയുടെ നെയ്റ്റ്സ് ഇക്വേഷൻ ഫോർ EMF എന്ന് പറയുന്ന ഒരു ടോപ്പിക്കാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അത് നമ്മൾ ഡിറൈവ് ചെയ്തു, അതിൻ്റെ ഒരു പ്രോബ്ലം ചെയ്തു. രണ്ടാമത് ഞാൻ പറയാൻ പോകുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഇപ്പോഴും എക്സാമിൽ ചോദിക്കുന്നതാണ്. ഡിറൈവ് നെയ്റ്റ്സ് ഇക്വേഷൻ ഫോർ ഡാനിയൽ സെൽ. ഡാനിയൽ സെല്ലിന്റെ നെയ്റ്റ്സ് ഇക്വേഷൻ ഡിറൈവ് ചെയ്യുക എന്നാണ് ചോദ്യം. അപ്പൊ ശ്രദ്ധിക്കുക, EMFന്റെ ഇക്വേഷൻ നമുക്കറിയാം. എന്താ EMFന്റെ ഇക്വേഷൻ? E സെൽ സമം E0 സെൽ മൈനസ് 0.0591 by n ലോഗ് കോൺസെൻട്രേഷൻ ഓഫ് പ്രോഡക്റ്റ് ഡിവൈഡഡ് ബൈ കോൺസെൻട്രേഷൻ ഓഫ് റിയാക്ടന്റ്. ഇതാണ് നെയ്റ്റ്സ് ഇക്വേഷന്റെ EMF കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ. നമുക്ക് ചെയ്യേണ്ടത് ഡാനിയൽ സെല്ലിന്റെ നെയ്റ്റ്സ് ഇക്വേഷൻ കണ്ടുപിടിക്കുക, EMF. അപ്പൊ ഡാനിയൽ സെല്ലിന്റെ ആനോഡിൽ എന്താണ് നടക്കുന്നത്? അറ്റ് ആനോഡ്. ആനോഡിൽ എന്താണ്? Zn2 പ്ലസ് 2 ഇലക്ട്രോൺസ് ഗീവ്സ് ആരാ? Zn ആണ് ആനോഡ് നടക്കുന്നത്. അപ്പൊ നമുക്ക് എടുക്കാം ഈ സെല്ലിന് പകരം നമുക്ക് എന്ത് കൊടുക്കാം? ശ്രദ്ധിക്കണം, Zn2 പ്ലസ് ബാർ Zn. ഓക്കെ, ഈ സെല്ലിന് പകരം എന്താ? Zn2 പ്ലസ് ബാർ Zn സമം, ശ്രദ്ധിച്ചോളണം, E0 Zn2 പ്ലസ് ബാർ Zn മൈനസ് 0.0591 ബൈ എന്നിന് പകരം എത്രയുണ്ട് ഇതിനകത്ത് വരുന്നത്? 2 ലോഗ് പ്രോഡക്റ്റ് എന്ന് പറയുന്നത് എന്താണ്? പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ കോൺസെൻട്രേഷൻ ഓഫ് ആരാ? Zn ഡിവൈഡഡ് ബൈ കോൺസെൻട്രേഷൻ ഓഫ് ആരാ? Zn2 പ്ലസ്. ഓക്കെ, സംശയമില്ലല്ലോ. അപ്പൊ ഇതെന്ന് പറഞ്ഞാൽ ഈ സെല്ലാണ്, ഇതെന്ന് പറഞ്ഞാൽ എന്താ? E0 സെൽ. ദാറ്റ് ഈസ് ഈക്വൽ ടു, ശ്രദ്ധിക്കണം, E0 Zn2 പ്ലസ് ബാർ Zn മൈനസ് 0.0591 ബൈ 2 ലോഗ് ഈ ടേം എന്ന് പറയുന്നത് 1 ആയി മാറും. കാരണം ഇതെന്ന് പറയുന്നത് സോളിഡ് സ്റ്റേറ്റിലാണ്, അതുകൊണ്ട് എത്രയായിട്ട് വരും? 1. അപ്പൊ ലോഗ് 1 ബൈ കോൺസെൻട്രേഷൻ ഓഫ് ആരാ? Zn2 പ്ലസ്. അത് ഇക്വേഷൻ നമ്പർ 1 എന്ന് കൊടുക്കുക. ഒരിക്കലും പറയാം, ഡാനിയൽ സെല്ലിന്റെ ആദ്യം നമ്മൾ എന്തിനാണ് എടുക്കുന്ന? ആനോഡ്. ആനോഡിൽ ആരാ? Zn2 പ്ലസ് 2 ഇലക്ട്രോൺസ് ഗീവ്സ് Zn. നമ്മുടെ ഇക്വേഷൻ എന്താ? ഈ സെൽ സമം E0 സെൽ മൈനസ് 0.0591 by n ലോഗ് കോൺസെൻട്രേഷൻ ഓഫ് പ്രോഡക്റ്റ് ഡിവൈഡഡ് ബൈ കോൺസെൻട്രേഷൻ ഓഫ് റിയാക്ടന്റ് ആണ്. അപ്പൊ നമ്മൾ ഈ ഇക്വേഷനിലോട്ട് അപ്ലൈ ചെയ്താൽ ഈ സെല്ലിന് പകരം നമുക്ക് എന്ത് കൊടുക്കാം? Zn2 പ്ലസ് ബാർ Zn സമം E0 Zn2 പ്ലസ് ബാർ Zn മൈനസ് 0.0591 by 2 log concentration of Zn divided by concentration of Zn2 plus. ഇനി നമുക്കറിയാം കോൺസെൻട്രേഷൻ ഓഫ് Zn എന്ന് പറയുന്ന വാല്യൂ എന്ന് പറയുന്നത് 1 ആണ്. അത് അങ്ങനെ 1 വരാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ അത് ഏത് സ്റ്റേറ്റിലാണ് കാണപ്പെടുന്നത്? സോളിഡ് സ്റ്റേറ്റിലാണ് കാണപ്പെടുന്നത്. അതുകൊണ്ടാണ് അതിന്റെ വാല്യൂ എത്ര വരുന്നത്? 1 വരുന്നത്. അപ്പൊ ഇങ്ങനെ ഇക്വേഷൻ വരും. ഈ സെല്ലിന് പകരം എന്താണ്? ഈ Zn2 പ്ലസ് ബാർ Zn സമം E0 Zn2 പ്ലസ് ബാർ Zn മൈനസ് 0.0591 by 2 log 1 by concentration of Zn2 plus. ഇക്വേഷൻ നമ്പർ 1. ഇനി നമ്മൾ അടുത്ത എന്തിലേക്ക് പോകുന്നു? അറ്റ് കാഥോഡ്. കാഥോഡിൽ ആരാണ് നിങ്ങൾക്ക് അറിയാമല്ലോ? കാഥോഡിൽ ആരാ? Cu2 പ്ലസ് 2 ഇലക്ട്രോൺസ് ഗീവ്സ് ആരാ? Cu. ഇതുപോലെ നമ്മൾ ഇക്വേഷൻ എഴുതി കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ അവരുടെ സെൽ EMF എഴുതി കഴിഞ്ഞാൽ എങ്ങനെ എഴുതാം? Cu2 പ്ലസ് ബാർ Cu കൊടുക്കുക സമം എങ്ങനെ എഴുതാം? E0 Cu2 പ്ലസ് ബാർ Cu. സംശയമില്ലല്ലോ. Cu2 പ്ലസ് ബാർ Cu സമം E0 Cu2 പ്ലസ് ബാർ Cu മൈനസ് 0.0591 ബൈ എന്നിന് പകരം എത്രയാ? 2 ലോഗ് പ്രോഡക്റ്റ് കോൺസെൻട്രേഷൻ ഓഫ് Cu ഡിവൈഡഡ് ബൈ കോൺസെൻട്രേഷൻ ഓഫ് ആരാ? Cu2 പ്ലസ്. ഓക്കെ, നേരത്തെ ചെയ്തതുപോലെ തന്നെ ഇവിടെ കോൺസെൻട്രേഷൻ ഓഫ് Cuയുടെ വാല്യൂ എന്ന് പറയുന്നത് 1 ആണ്, കാരണം അത് സോളിഡ് സ്റ്റേറ്റിലാണ്. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? ഈ ഒരു സ്റ്റെപ്പ് കൂടെ നോക്കുക. E0 Cu2 പ്ലസ് ബാർ Cu ബ്രാക്കറ്റ് കൊടുക്കുക മൈനസ് 0.0591 by 2 ലോഗ് എങ്ങനെ എഴുതാം? 1 ബൈ
concentration of Cu2 plus അത് ഇക്വേഷൻ നമ്പർ 2. ഓക്കെ, അപ്പൊ ഡാനിയൽ സെല്ലിന്റെ ആനോഡിലും കാഥോഡിലും നടക്കുന്ന റിയാക്ഷൻ നമ്മൾ എഴുതി. ഓക്കെ, സംശയമില്ല. ഇനി നമുക്ക് ഇതിന്റെ കണ്ടുപിടിക്കാനുള്ളത് എന്താണ്? സെൽ EMF. നമുക്കറിയാം സെൽ EMF കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? ഈ കാഥോഡ് മൈനസ് ഈ ആനോഡ് എന്ന് പറയുന്ന ഇക്വേഷൻ, അല്ലെങ്കിൽ ഇക്വേഷൻ 2 മൈനസ് ഇക്വേഷൻ 1 ആണ്. ഇക്വേഷൻ 2നെ ഇക്വേഷൻ എന്ത് ചെയ്യുക? 1 കൊണ്ട് മൈനസ് ചെയ്യുക. ഇക്വേഷൻ 2 മൈനസ് ഇക്വേഷൻ 1. ഇക്വേഷൻ 2 നമുക്കറിയാം എന്താണ്? ഈ Cu2 പ്ലസ് ബാർ Cu, സംശയം ചോദിച്ചോളാം, മൈനസ് ഏതാ? ഈ Zn2 പ്ലസ് ബാർ Zn. ഓക്കെ, 3 കൊടുക്കുക സമം. ഓക്കെ, അടുത്ത എന്താണ് വരുന്നത്? E0 Cu2 പ്ലസ് ബാർ Cu മൈനസ് E0 ഏതാ? Zn2 പ്ലസ് ബാർ Zn. ഓക്കെ, അപ്പൊ എന്താണ്? ഇക്വേഷൻ 2 മൈനസ് രണ്ടാമത്തെ ഇക്വേഷൻ ഉണ്ട്, ഒന്നാമത്തെ ഇക്വേഷൻ 2 മൈനസ് ഇക്വേഷൻ 1. ഇത് എങ്ങനെ കണ്ടുപിടിക്കുന്നത് വെച്ചാൽ സെൽ EMF ആണ്. ഈ കാഥോഡ് മൈനസ് ഈ ആനോഡ്, ആ ഒരു ഫോമിലേക്കാണ് നമ്മൾ കൊണ്ടുവരുന്നത്. അപ്പൊ ഈ Cu2 പ്ലസ് ബാർ Cu മൈനസ് ഈ Zn2 പ്ലസ് ബാർ Zn സമം എന്താ? E0 Cu2 പ്ലസ് ബാർ Cu മൈനസ് E0 എന്താ? Zn2 പ്ലസ് ബാർ Zn. സംശയമില്ലല്ലോ. ഇനി നമ്മൾ എന്താണ് ചെയ്യുന്നത്? മൈനസ് ഇതും കൂടെ ഒന്ന് മായ്ക്കണേ. മൈനസ് എങ്ങനെ എടുക്കാം? 0.0591/2 ലോഗ്, അടുത്ത എന്താണ് വരുന്നത്? 1 കോൺസെൻട്രേഷൻ ഓഫ് Cu2 പ്ലസ് മൈനസ് എന്താ? ലോഗ് 1 കോൺസെൻട്രേഷൻ ഓഫ് ആരാ? Zn2 പ്ലസ്. ഓക്കെ, സംശയമില്ലല്ലോ. അപ്പൊ ഇക്വേഷൻ 2 മൈനസ് ഇക്വേഷൻ 1 ആണ്, അല്ലെങ്കിൽ ഈ സെല്ലാണ്, ഈ കാഥോഡ് മൈനസ് ഈ ആനോഡാണ്. ഇനി നിങ്ങളൊന്ന് നോക്കിക്കേ, ഇതിന് പകരം നമുക്ക് എന്ത് എഴുതാം? ഈ സെൽ എന്ന് എഴുതിക്കൂടെ? അപ്പൊ ഈ സെൽ സമം ഇതിന് പകരം നമുക്ക് എന്ത് കൊടുക്കാം? E0 സെൽ. ഓക്കെ, ഇനി എന്താ? 0.0591/2 ലോഗ്, ഇത് ഏത് ഫോമിൽ? ലോഗ് A മൈനസ് ലോഗ് B. അപ്പൊ എന്താ? ലോഗ് A ബൈ, അപ്പൊ എങ്ങനെ വരും? ലോഗ് കോൺസെൻട്രേഷൻ ഓഫ് Zn2 plus divided by concentration of ആരാ? Cu2 plus. സംശയം ഉണ്ടോ നോക്കട്ടെ? കോൺസെൻട്രേഷൻ ഓഫ് ആരാ? Zn2 plus divided by concentration of C. അപ്പൊ ഇതിന് പകരമാണ് നമ്മൾ എന്ത് എഴുതിയത്? ഈ സെൽ. ഇതിന് പകരം നമുക്ക് എന്ത് എഴുതാം? E0 സെൽ മൈനസ് 0.0591/2 ലോഗ് കോൺസെൻട്രേഷൻ ഓഫ് Zn2 plus divided by concentration of Cu2 plus. ഒരിക്കൽ കൂടെ ഞാൻ പറയാം, 3 മാർക്കിനുള്ള ചോദ്യമായിട്ടായിരിക്കും ചോദിക്കുന്നത്. ഡിറൈവ് നേൺസ്റ്റ് ഇക്വേഷൻ ഫോർ ഡാനിയൽ സെൽ. ഡാനിയൽ സെല്ലിന്റെ നേൺസ്റ്റ് ഇക്വേഷൻ എഴുതുക. അപ്പൊ ഡാനിയൽ സെല്ലിന്റെ നേൺസ്റ്റ് ഇക്വേഷൻ എഴുതാൻ വേണ്ടി പറയുകയാണെങ്കിൽ അതിലെ ആനോഡ് റിയാക്ഷൻ വേണം, കാഥോഡ് റിയാക്ഷൻ വേണം. സംശയം വരുന്നത് ആനോഡ് റിയാക്ഷൻ എന്താണ്? Zn2 പ്ലസ് പ്ലസ് എന്താ? 2 ഇലക്ട്രോൺസ് ഗീവ്സ് ആരാ? Zn എന്നാണ്. അതിൽ നിന്ന് നമ്മൾ എങ്ങനെയാണ് സെൽ EMF കണ്ടുപിടിക്കുന്നത്? ഈ സെല്ലിന് പകരമാണ് ഈ, സംശയം വരരുത്, ഈ Zn2 പ്ലസ് ബാർ Zn സമം E0 സെല്ലിന് പകരമാണ് E0 Zn2 പ്ലസ് ബാർ Zn മൈനസ് 0.0591/n പകരമാണ് 2 ലോഗ് പ്രോഡക്റ്റ് കോൺസെൻട്രേഷൻ ഓഫ് Zn ഡിവൈഡഡ് ബൈ കോൺസെൻട്രേഷൻ ഓഫ് Zn2 പ്ലസ്. ഇവിടെ Zn വാല്യൂ എന്ന് പറയുന്നത് 1. അത് എങ്ങനെ വന്നു എന്ന് ചോദിച്ചാൽ ഇത് സോളിഡ് സ്റ്റേറ്റിലാണ്. സോളിഡ് സ്റ്റേറ്റിലുള്ളതിനെല്ലാം നമ്മൾ യൂണിറ്റി ആയിട്ടാണ് എടുക്കുന്നത്. അപ്പൊ നമുക്ക് എങ്ങനെ ഇക്വേഷൻ വരാം? ഈ സെൽ സമം E0, ഞാൻ പിന്നെ ഇത് എഴുതിയതേ ഉള്ളൂ, E0 Zn2 പ്ലസ് ബാർ Zn മൈനസ് 0.0591/2 ലോഗ് 1 കോൺസെൻട്രേഷൻ ഓഫ് Zn2 പ്ലസ്. അത് ഇക്വേഷൻ നമ്പർ 1. ക്ലിയർ? അപ്പൊ ഡാനിയൽ സെല്ലിന്റെ ആനോഡ് ക്ലിയർ ആയി. ഇനി ഡാനിയൽ സെല്ലിന്റെ ഏതാണ് എടുക്കുന്നത്? കാഥോഡ്. കാഥോഡിൽ ആരാ? Cu2 പ്ലസ് പ്ലസ് 2 ഇലക്ട്രോൺസ് ഗീവ്സ് ആരാ? Cu ആണ്. അപ്പൊ നമുക്ക് ഇങ്ങനെ എഴുതാം, ഈ സെല്ലിന് പകരം Cu2 പ്ലസ് ബാർ Cu സമം E0 സെല്ലിന് പകരം E0 Cu2 പ്ലസ് ബാർ Cu മൈനസ് എങ്ങനെയാ? 0.0591/2 ലോഗ് പ്രോഡക്റ്റ് ബൈ റിയാക്റ്റന്റ്. ഇത് 1 ആണ്. അപ്പൊ 1 കോൺസെൻട്രേഷൻ ഓഫ് Cu2 പ്ലസ് എന്ന് കിട്ടും. അത് ഇക്വേഷൻ 2. അപ്പോൾ 1ഉം 2ഉം ഇക്വേഷൻ കിട്ടി. ഡാനിയൽ സെല്ലിന്റെ ആനോഡ് ഇക്വേഷൻ കിട്ടി, കാഥോഡ് ഇക്വേഷൻ കിട്ടി. ഇനി അവിടെ ഈ സെൽ EMF കണ്ടുപിടിക്കുന്നത് എന്താണ്?
നമ്മൾ ചെറിയ ക്ലാസ്സിലെ പഠിച്ചിട്ടുണ്ട് സെൽ ഇഎംഎഫ് എങ്ങനെ കണ്ടുപിടിക്കുന്നത്. ഈ കാഥോഡ് മൈനസ് ഈ ആനോഡ് അല്ലെങ്കിൽ ഇക്വേഷൻ 2 മൈനസ് ഇക്വേഷൻ 1. രണ്ടാമത്തെ ഇക്വേഷനെ ഒന്നാമത്തെ ഇക്വേഷൻ കൊണ്ട് മൈനസ് ഇ ആണ്. അപ്പൊ എങ്ങനെയാണ് വരുന്നത്? ഈ Cu2 പ്ലസ് ബാർ Cu മൈനസ് ഈ എന്താ Zn2 പ്ലസ് ബാർ Zn സമം E0 Cu2 പ്ലസ് ബാർ Cu മൈനസ് E0 എന്താ Zn2 പ്ലസ് ബാർ Zn മൈനസ് എന്താ 0.0591/2 log 1 by concentration of Cu2 plus minus log 1 by concentration of Zn2 plus. റെസിപ്രോക്കൽ എടുക്കുമ്പോൾ എങ്ങനെയാണ് വരുന്നത്? ഇ സെൽ സമം E0 സെൽ മൈനസ് എങ്ങനെയാ 0.0591/2 ലോഗ് ഈ സാധനം മുകളിൽ പോകും. അപ്പോൾ കോൺസെൻട്രേഷൻ ഓഫ് Zn2 പ്ലസ് ഡിവൈഡഡ് ബൈ കോൺസെൻട്രേഷൻ ഓഫ് Cu2 പ്ലസ് ആണ്. ഇതാണ് ഫൈനൽ ഇക്വേഷൻ. ഇതാണ് ഡാനിയൽ സെല്ലിന്റെ നെക്സ്റ്റ് ഇക്വേഷൻ എന്ന് പറയുന്നത്. പരീക്ഷയ്ക്ക് ചോദിക്കും ഇ സെൽ സമം എന്താ E0 സെൽ മൈനസ് 0.0591/2 ലോഗ് കോൺസെൻട്രേഷൻ ഓഫ് Zn2 പ്ലസ് ഡിവൈഡഡ് ബൈ കോൺസെൻട്രേഷൻ ഓഫ് Cu2 പ്ലസ്. അപ്പൊ നിങ്ങൾ ആലോചിക്കാനുള്ളത് ഡാനിയൽ സെല്ലിന്റെ നെക്സ്റ്റ് ഇക്വേഷൻ എഴുതാൻ ചോദിച്ചാൽ ആദ്യം നിങ്ങൾ ആനോഡിലുള്ള റിയാക്ഷൻ എഴുതി ക്ലിയർ ആക്കണം. സെക്കൻഡ് ഏതിലുള്ള റിയാക്ഷൻ എഴുതണം? കാഥോഡിലുള്ള റിയാക്ഷൻ എഴുതി ക്ലിയർ ആക്കണം. ഈ രണ്ട് റിയാക്ഷൻ നമ്പറുകൾ കൊടുക്കണം. ഇക്വേഷൻ നമ്പർ 1, ഇക്വേഷൻ നമ്പർ 2. ആ രണ്ട് നമ്പർ കൊടുത്തിട്ട് നമുക്കറിയാം എന്താണ് സെൽ ഇഎംഎഫ് കണ്ടുപിടിക്കാനുള്ള സമവാക്യം ഈ കാഥോഡ് മൈനസ് ഈ ആനോഡാണ്, അല്ലെങ്കിൽ ഇക്വേഷൻ 2 മൈനസ് ഇക്വേഷൻ 1. അങ്ങനെ കൊടുത്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക? ഫൈനലി എന്ത് ചെയ്യുക? റെസിപ്രോക്കൽ എടുക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഈ സെൽ സമം E0 സെൽ മൈനസ് 0.0591/2 log concentration of Zn2 plus divided by concentration of Cu2 plus ആണ്. ഈ ഇക്വേഷൻ നന്നായിട്ട് പഠിച്ചു വയ്ക്കുക. പരീക്ഷയ്ക്ക് ചോദിക്കുന്നതാണ്. ഇനി അടുത്ത ചോദ്യം ഇഎംഎഫിന്റെ അടുത്ത ചോദ്യങ്ങളുണ്ട്. ഇപ്പൊ നമ്മൾ 2 ചോദ്യങ്ങളാണ് ചെയ്തത്. ഇനി ഒരു 2 പ്രോബ്ലം കൂടെ ഞാൻ ചെയ്യും. അപ്പൊ ഇത് നിങ്ങൾ കൃത്യമായിട്ടും നോക്കി വെക്കേണ്ടതാണ്. ഡാനിയൽ സെല്ലിന്റെ നെക്സ്റ്റ് ഇക്വേഷൻ. ഓക്കെ.